നമുക്കിന്നേ ഇരുമീശപ്പയർ താളിച്ചെടുക്കാം കേട്ടോ. കുറച്ച് സമയം ഞാൻ മഞ്ഞൾപ്പൊടിയുടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ്. ഇനി 2 സൈഡുള്ള നാര് കളഞ്ഞ ശേഷം കഴുകി വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് 2-3 ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് നമുക്കിതുപോലെ നേരിതാക്കി അരിഞ്ഞെടുക്കാവേ. അപ്പോൾ ഞാനിത് താളിക്കാനായിട്ട് ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഉള്ളിയും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി വെക്കാം. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോഴത്തേക്കും അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഉള്ളി നല്ലതുപോലെ വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. മുളക് പൊടിക്കും കുരുമുളക് പൊടിക്കും പകരം ചതച്ച മുളക് ചേർത്താലും നല്ല രുചിയാണ് കേട്ടോ. ചെറുതായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇരുമീശ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി കൂട്ടി അടച്ചു വെച്ചേക്കാം കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് മൂടി മാറ്റി ഇടയ്ക്കെന്നെ ഇളക്കി കൊടുത്തേക്കണേ. അങ്ങനെ നമ്മുടെ ഇരുമീശ പയർ താളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിൽ കുഴച്ചതിൻ്റെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത്ര ഉള്ളൂ കേട്ടോ.